നീ നിന്റെ തന്തയുടെ മകനായി ഒരു ജന്മം കൂടി ജനിച്ചാലും CKC എന്ന ഈ ചാണക്യനെതിരെ തെളിവിന്റെ ഒരു തരിമ്പ് പോലും കണ്ടെത്താനാവില്ല ഗൗതം. ആ CKC ഗൗതമിനെ ടെൻഷനാക്കാണെന്ന് തോന്നുന്നല്ലോ. ഇനിയിപ്പോ എന്ത് നടക്കുമെന്നൊരു പിടിയില്ലല്ലോ ഭഗവാനെ. ഗൗതം ഗോപിനാഥ്, പ്രണവ് ഗോപിനാഥ്, പിന്നെ ഒരു വെറും ഗോപിനാഥ്. ഈ മൂന്നെണ്ണവും ചേർന്ന് CKCയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ വളർച്ചയെ മുരടിപ്പിച്ചു കളഞ്ഞു. കണ്ടില്ലേ എന്റെ കരുനീക്കം? ആദ്യം തകർത്ത് തരിപ്പണമാക്കിയത് നിന്റെ കുടുംബത്തെ തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നിന്റെ അനിയൻ പ്രണവ് ഗോപിനാഥ് എന്റെ വാലാട്ടിപ്പട്ടിയായി കഴിഞ്ഞു. ഞാൻ ഇട്ടുകൊടുക്കുന്ന ബിസ്ക്കറ്റ് തുണ്ടുകൾ തിന്ന് ഞാൻ പറയുന്ന ആൾക്കാരെ നോക്കി കുരയ്ക്കൽ മാത്രമാണ് ആ നായയുടെ പണി. ആ നന്ദിയുള്ള പട്ടിയെ എന്റെ കാൽച്ചുവട്ടിൽ കെട്ടിയിട്ട് പരമാവധി അഗ്രസീവ് ആക്കും ഞാൻ. അവന്റെ മനസ്സിലേക്ക് വേണ്ടത്ര വിഷം കുത്തിവെച്ചു കൊടുത്ത് അവന്റെ ഭ്രാന്ത് ഇളക്കും. പേ മൂത്ത ആ നായ ഉടനെ വരും നിന്റെ പിന്നാലെ കടിച്ച് കൊടയാൻ. നിന്നെ കുത്തി മലർത്തി അവൻ പോകും ജയിലിലേക്ക്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്ത് ധൈര്യം ഉണ്ടായിട്ടോടോ എന്റെ മുഖത്ത് നോക്കി താൻ ഇങ്ങനെ പറഞ്ഞത്? നീ എന്നെ തല്ലിയല്ലേ തെരുവിൽ വെച്ച്? തന്ത ആരാണെന്നറിയാത്തവന്റെ തല്ലും കൊണ്ട് CKC അങ്ങ് തിരികെ പോകുന്നാണോ കരുതിയത്? തന്തയ്ക്ക് പറയുന്നോടാ പരമച്ചെറ്റേ. ദൈവമേ, അച്ഛനും മകനും കൂടി തെരുവിൽ കിടന്ന് തല്ലുകയാണല്ലോ. എനിക്ക് പതിച്ച് നിടപെടാനും പറ്റില്ലല്ലോ. എന്ത് ചെയ്യും? വേറൊരു വഴിയില്ല. മോളെ, ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. CKC ഗൗതമും തമ്മിൽ റോഡിൽ കിടന്ന് അടിപിടി കൂടുക. അയ്യോ, ഗൗതം CKC തമ്മിലോ? ഞാൻ ഇപ്പൊ ഗൗതമിനോട് സംസാരിച്ചതല്ലേ ഉള്ളൂ. അല്ല, ഇത് എവിടെ വെച്ചാ CKC ഗൗതം തമ്മിൽ കണ്ടത്? അത് മോളെ, നമ്മുടെ ആ മീനമ്പല ജംഗ്ഷനില്ലേ, അതിനിപ്പുറത്തൊരു കോപ്പറേറ്റീവ് ബാങ്കില്ലേ, അതിന്റെ അടുത്തുള്ളൊരു ഒഴിഞ്ഞ പ്രദേശം ഉണ്ടല്ലോ, ഒരു ആറിന്റെ തീരത്തുള്ളത്. അവിടെ വെച്ചാ ഞാൻ രണ്ടുപേരെയും കണ്ടത്. എനിക്കിപ്പോ അവരുടെ അരികിലേക്ക് ചെല്ലാനോ ഇടപെടാനോ പറ്റില്ല. അതറിയാലോ നിനക്ക്. നീ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ ബാങ്ക് വരെ പോകാൻ ഇറങ്ങിയതാ, ഓട്ടോയില്ല. ഞാനിപ്പോ അങ്ങോട്ട് വരാം. വേഗം വരാൻ നോക്കും മോളെ. എന്റെ അനിയനെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ടിട്ടല്ലേ നീ എന്നെ ജയിലിലാക്കിയത്? അതിനുള്ള ശിക്ഷ ഞാൻ തന്നെ നിനക്ക് തിരിച്ചു തരും, കേട്ടോ? നിനക്ക് ജയിലിലേക്ക് പോകാനുള്ള തെളിവ് നീ തന്നെ തരും എനിക്ക്. പറയിപ്പിക്കും നിന്നെ കൊണ്ട് ഞാനത്.
അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ മോൻ കൊലക്കേസിലെ പ്രതിയാവുമല്ലോ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നോക്കാം. അതെ, ആ കാറിന്റെ പുറകെ വിട്ടോ പെട്ടെന്ന്. ചേട്ടാ, ആ വണ്ടിയുടെ പുറകെ പോ. എടുത്തോട്ട് എടുത്തോട്ട് എടുത്തോട്ട്. ചേട്ടാ, സ്പീഡിൽ പോയേട്ടാ. നിർത്ത നിർത്ത. ആന്റി പറഞ്ഞ സ്ഥലം ഇത് തന്നെയാ. CKCയുടെ കാറും ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ആരും കാണുന്നില്ലല്ലോ. ആന്റി ഇവിടെ എങ്ങുമില്ല. ഇതെവിടെ പോയി? എന്താ സംഭവിച്ചത്? ഇവരെല്ലാം ഇത് എവിടെ പോയി? പെട്ടെന്ന് ആ കാറിന്റെ പുറകെ തന്നെ പൊയ്ക്കോ. കോള് പോകുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും?